പിന്നെ മോഡൽ എക്സാം ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു 1 മാർക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. മെയിൻ എക്സാമിന് പോകുമ്പോൾ ഇതും കൂടെ അറിഞ്ഞിരിക്കണം. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് വിത്ത് 4 എലമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് സബ്സെറ്റ്സ് കാണാൻ അറിയാം, സബ്സെറ്റ്സുകളെല്ലാം ലിസ്റ്റ് ചെയ്യാനും അറിയാം. പക്ഷേ പ്രോപ്പർ സബ്സെറ്റ് എന്താണെന്നറിയാതെ പലരും സ്റ്റക്കായിട്ടുണ്ട്. എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എ എന്നൊരു സെറ്റ് ഉണ്ട്. നമ്മളെല്ലാ സബ്സെറ്റ്സുകളും ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് തന്നെ എഴുതാവുന്നത് എം ടി സെറ്റാണ്. പിന്നെ നമുക്ക് ഒരു എലമെൻറ്റ് വീതമുള്ള സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3 എഴുതാം. ഇനി 2 എലമെൻറ്റ്സ് വീതം വെച്ചിട്ട് 1, 2, 1, 3, പിന്നെ 2, 3. പിന്നെ ഫൈനലായിട്ട് ആ സെറ്റ് തന്നെ എടുത്തിട്ട് ഇങ്ങനെ എഴുതാം. മൊത്തം 2�3, അല്ലെങ്കിൽ 8 സബ്സെറ്റ്സുകളുണ്ടാവും. സബ്സെറ്റ്സുകൾ ലിസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഓക്കെ, ഇതിൽ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സെറ്റിൻ്റെ സബ്ബായിട്ട് വരുന്നതാണ് സബ്സെറ്റ്. പക്ഷേ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ 5 ഒന്നുമില്ലാത്തവർ എന്തായാലും സബ്സെറ്റായിട്ട് പറയാം. ഒരാൾ മാത്രമേ ഉള്ളതെങ്കിൽ സബ്ബാണ്, 2 ആൾ മാത്രം സബ്ബാണ്, 3 ആൾ സബ്ബാണ്, 2 മാത്രം, ഒരു എലമെൻറ്റ് മാത്രമുള്ളതൊക്കെ സബ്ബാണ്, 2 എലമെൻ്റ് ഉള്ള ഇതൊക്കെ സബ്ബാണ്. പക്ഷേ ഇയാളെ നമുക്കൊരു സബ്സെറ്റായിട്ട് പറയാൻ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു പ്രോപ്പർ അല്ല എന്നൊരു തോന്നലില്ലേ? അതുതന്നെയാണ് ഈ ഒരൊറ്റ ഒന്ന് മാത്രം എന്ത് സബ്സെറ്റാണെന്നറിയോ? ഇംപ്രോപ്പർ സബ്സെറ്റാണ്. അതെല്ലാ സെറ്റിനും അങ്ങനെ തന്നെ ഒരൊറ്റ ഇംപ്രോപ്പർ സബ്സെറ്റ് ഉണ്ടാവും. പേരുള്ള പോലെ തന്നെ അത്ര ശരിയല്ലാത്തൊരു സബ്സെറ്റ് അല്ലേ? ലോജിക്കലി നമ്മൾ ആലോചിക്കുമ്പോഴും അതായത് ഒരേ ഒരു ഇംപ്രോപ്പർ സബ്സെറ്റേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും? ഈ 7 എണ്ണം എന്തായിരിക്കും? പ്രോപ്പർ സബ്സെറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഞാൻ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് എഴുതുകയാണെങ്കിൽ, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? 7 എണ്ണം ഉണ്ടാവുള്ളൂ. അതായത് ടോട്ടൽ സബ്സെറ്റ്സ് എത്ര ഉണ്ടാവുക? ടോട്ടലിൽ നമുക്ക് ഒരെണ്ണം കൊണ്ട് കുറച്ചാൽ പോരെ, ഇംപ്രോപ്പറായിട്ട് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്മളെപ്പോഴും 2⁻n എന്ന് വെച്ചിട്ട് കാണാം. ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സിനുള്ള ഇക്വേഷൻ, അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. എപ്പോഴും നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് 2⁻n - 1. അപ്പോൾ ഇവിടെ ചോദ്യം എന്താ? പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ സെറ്റ് വിത്ത് 4 എലമെൻറ്റ്സ് അല്ലേ? n = 4 ആണെങ്കിൽ പ്രോപ്പർ സബ്സെറ്റ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 2⁻4 - 1. -1 താഴെ വേണം എഴുതാൻ കേട്ടോ. 2⁻4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 ഒന്ന് കുറയ്ക്കുക, 11 ആയില്ലേ, 15. ഇത്രേ ഓർക്കണ്ടുള്ളൂ. പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം ടോട്ടൽ സബ്സെറ്റ്സിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ ഇവിടെ 15 എണ്ണം. 15 എന്നാണ് ആൻസർ. ഈ ഒരു ഇക്വേഷൻ മറക്കണ്ട. പ്രോപ്പർ സബ്സെറ്റ്സ് കാണാൻ മൊത്തം സബ്സെറ്റ്സിൽ നിന്ന് ഒരെണ്ണം കുറച്ചാൽ മതി. ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ ഇംപ്രോപ്പറായിട്ടുള്ള സബ്സെറ്റ്.